തെരഞ്ഞെടുത്തു. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് സൈന്യം പോകാൻ നിൽക്കുക. അപ്പൊ കുറച്ച് ആൾക്കാർ വന്നിട്ട് തോണ്ടി തിരുപ്പന്മാരുണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? നിങ്ങൾ ആദ്യം നേതാവാക്കുക, പിന്നെ നിങ്ങളെ മാറ്റുക, എന്നിട്ട് നിങ്ങൾ സൈന്യത്തിൽ പോവാ. എന്ത് മനുഷ്യനാ നിങ്ങൾ ചോദ്യമാണോ? ആദ്യം നിങ്ങൾ നേതാവാക്കുക, പിന്നെ നിങ്ങൾ ഒഴിവാക്കി, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ സൈന്യത്തിൽ പോകുക. എന്ത് മനുഷ്യനാ? ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മാ സർറത്തന വിലായത്തുക്കും വലാ സാഅന അസ്ലുക്കും. നേതാവാക്കിയപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടില്ല, പിന്നെ ഒഴിവാക്കുമ്പോൾ ദുഃഖം ഉണ്ടാവുന്നുള്ളൂ. രണ്ടും കണക്കാണ്. അതാണ് ദീന്. അള്ളാന്റെ റസൂൽ പറയുമ്പോൾ ദീൻ അതാണ്. 23 കൊല്ലം കൊണ്ട് റസൂൽ ഉണ്ടാക്കിയ പരിവർത്തനത. ഈ 3 തീർത്തും ചിലപ്പോൾ മാറ്റും, ചിലപ്പോൾ നേരസ്ഥാനത്ത് വീണ്ടും കൊണ്ടുവരും. ഉറപ്പാണ്. ഒരു മുഷാവറി, ഒരു കൂടിയാലോചന പ്രശ്നം തീർന്നില്ലേ? നമ്മൾ കാര്യങ്ങൾ കൂടിയാലോചന ചെയ്ത പ്രശ്നം തീർന്നില്ലേ? സിദ്ദീഖ് തങ്ങളുടെ കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ചു, സമൂഹത്തോട് നോക്കി. ഉമർ ഫാറൂഖ് തങ്ങൾ ചെയ്തു, അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, കൂടി ആലോചിക്കുക, തീരുമാനമെടുത്ത് നടപ്പാക്കുക. ഇതാ ദീന്, ഇതാണ് ദീന്. ഇതിന് എതിരായി ആര് ചിന്തിച്ചാലും ശരി അപകടമാണ്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സാമൂഹ്യ പ്രശ്നത. ഈ 2 മനസ്സുകൾ, ഈ 2-3 മനസ്സുകൾ നോക്കി നിങ്ങൾ. മനുഷ്യത്വപരമായ നമ്മുടെ സമീപനം നോക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനല്ലേ ഇത്. സ്വാർത്ഥ താല്പര്യം വീട്ടിൽ കൊണ്ടാണല്ലോ. ഇന്നത്തെ ലീഗ് ഏതാ? കായികബലത്തിന്റെ ലീഗ് അല്ല, പിന്നെന്താ? എന്റെ വീട്ടിന്റെ മുമ്പിലൂടെ ഞാൻ പറഞ്ഞ റോഡ് പോയില്ലെങ്കിൽ ഞാൻ ലീഗല്ല. അല്ല ഇന്നത്തെ ലീഗ്. ഞാൻ പറഞ്ഞ സ്ഥലത്ത് പൈപ്പ് ഇട്ടില്ലെങ്കിൽ ലീഗല്ല. ഞാൻ പറഞ്ഞ ആൾക്ക് പെൻഷൻ കൊടുത്തില്ലെങ്കിൽ ലീഗല്ല. ആ ലീഗാണോ കായികബലത്തിണ്ടാക്കിയ ലീഗ്? അതാണോ ബാഹുകിതങ്ങളുടെ ലീഗ്? എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കണം. ആദർശ പുരുഷന്മാരായ മഹത്തുക്കൾ നടത്തിയ ലീഗിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിലോ നമ്മുടെ കേരളത്തിൽ ഒരു പശ്ചിമ ബംഗാൾ രൂപപ്പെടും. ഉറപ്പാണ്. ഒരു ബംഗാളിനോട് രൂപപ്പെട്ടാൽ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. മുഅ്മിനീങ്ങളുടെ അച്ചടക്കത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിനും പരിശുദ്ധ പ്രവാചകനും വിശ്വസിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങൾ ആരാ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ അലാ അംരിൻ ജാമിഅ ലം യദ്ഹബൂ ഹത്താ യസ്തഅ്ദിനൂഹു. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നോക്ക് നിങ്ങൾ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം അള്ളാഹുവിനും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരിലും വിശ്വസിക്കുന്നവരാണ്. അവർ എന്തെങ്കിലും ഒരു പൊതുവായ കാര്യത്തിന് ഗൗരവത്തിൽ ഇരിക്കുമ്പോൾ, ഒരു വിഷയത്തിൽ അവർ കൂടിയിരിക്കുമ്പോൾ പ്രവാചകരോട് സമ്മതം ചോദിക്കാതെ അവർ പുറത്തു പോകില്ല. എന്ന് പറഞ്ഞാൽ എന്താ? റസൂലിന്റെ സ്വഹാബത്തിൽ സംഗതിക്ക് ഇരിക്കുകയാണെങ്കിൽ റസൂലിന്റെ സമ്മതം ഇല്ലാതെ ഒരു പുറത്തു പോകില്ല. എന്ന് പറഞ്ഞാൽ എന്താ? നേതാവിനെ ശരിക്കനുസരിക്കും. ആ സദസ്സ് വിട്ട് പോകാൻ പോലും റസൂലിനോട് ചോദിക്കും. ആ സദസ്സ് വിട്ട് റസൂലിനോട് ചോദിക്കാതെ പോകില്ല. അങ്ങനെ പരിശുദ്ധ ഇന്നല്ലദീന യസ്തഗ്ദിനൂനക ഫഉലൈകല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. സമ്മതം ചോദിച്ച് പോകുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. എന്താണ് അർത്ഥം? റസൂലിന്റെ സ്വഹാബത്തിൽ സംഗതിക്ക് കൂടിയിരിക്കുമ്പോൾ ആ ഐക്യം ശരിക്കും കാത്തു സൂക്ഷിക്കും. നമ്മുടെ സദസ്സെന്ന് അധ്യക്ഷന്റെ സമ്മതം കൂടാതെ പുറത്തു പോകരുതെന്ന് പറയും. എന്താ? റസൂലിനെ പഠിപ്പിച്ച സംഘടനാ ശാസ്ത്രം. ഒരു സംഘമായി നമ്മൾ ഇരിക്കുമ്പോൾ ഒരാൾ ചോദിക്കാതെ പോരും എന്നതുപോലെ തന്നെ ഒരു പ്രവർത്തകൻ ഉണ്ടായിരിക്കേണ്ട ഗുണം എന്താ? ലാ തസ്അലിൽ ഇമാറത. നേതൃത്വം ചോദിച്ചു വാങ്ങരുത്. ഇന്നിപ്പോ ചെറിയ കുട്ടികളുടെ മനസ്സെന്താ? യൂണിറ്റ് സെക്രട്ടറി ആകുമ്പോഴേക്കും വാർഡ് സെക്രട്ടറി ആണോ, വാർഡ് സെക്രട്ടറി ആകുമ്പോഴേക്കും പഞ്ചായത്ത് സെക്രട്ടറി ആണോ, പഞ്ചായത്ത് സെക്രട്ടറി ആകുമ്പോഴേക്കും ജില്ലാ സെക്രട്ടറി ആണോ, പിന്നെ മോൾക്കെത്തണം. ചവിട്ടി കയറി പോകാനല്ല കുട്ടികൾ താല്പര്യം, ലിഫ്റ്റിലാണ് കയറി പോകാൻ കുട്ടികൾ താല്പര്യം. അങ്ങനെയാണ്. വേഗം പൊങ്ങണം. ആ ഒരു മനസ്സ് വിടണം. അധികാര മോഹമാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളുകൾ ഒന്നൊന്ന് ഇഖ്ലാസോട് കൂടി കൂട്ടിപ്പിടിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ ആർക്കാൻ പറ്റുക? അപ്പൊ മലപ്പുറം ജില്ലയിൽ ഈടെ നടന്ന പരാജയങ്ങളൊക്കെ മനസ്സിലുള്ളുന്ന നമ്മളല്ലേ നമ്മളെ തോൽപ്പിച്ച, വേറെ ആരുമില്ല. പുറത്തുനിന്ന് ഒരു ശക്തി വന്ന് നമ്മളെ തോൽപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല. ആരാ നമ്മളെ തോൽപ്പിച്ച്? നമ്മൾ തന്നെ. നമ്മൾ 4 കഷ്ടായിട്ട് മാറിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളൊന്ന് മനസ്സുകൊണ്ട് ഒന്നിച്ചെന്നാൽ ആരാ നമ്മളെ തോൽപ്പിക്കുക? കന്നകും പൊന്നാനും മർസൂസ് എന്ന് പറഞ്ഞ പോലെ, ഓരായം ചേർത്ത ഉരുക്ക് കോട്ട പോലെ ഒരു മുഅ്മിനായ മനുഷ്യനെ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് മനസ്സ് പോലും വെറുപ്പിടാൻ പാടില്ല. മനസ്സിൽ വെറുപ്പിടാൻ പാടില്ല. ലാ തുസ്തജാബു ദഅവതുഹു. ചില ആൾക്കാരെ ദുആ സ്വീകരിക്കൂല. 3 വിഭാഗം ആളുകളുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ 3 കൂട്ടർ ദുആ പടച്ച സ്വീകരിക്കൂല. ഒന്നാരാ? ആക്കിലുൽ ഹറാം, ഹറാമത്ത് നിന്നവൻ.
അന്യായമായി പൈസ ഉണ്ടാക്കുന്ന ദ്വാരത്തിട്ട് കാര്യമില്ല. ഓ മറ്റേ ദ്വാര സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടും കാര്യമില്ല. അപ്പൊ മിക്കസാറിലെ എഴുപത്ത് പെരുത്തവൻ എന്നാണ് ആരാന്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവൻ. മൂന്നാമത്തെ അത് പറയാൻ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ എന്താ? മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ വെറുപ്പോ മനസ്സിലൊരു ഹസദോ ഉള്ളവൻ ഓന്റെ ദ്വാ പടച്ചുറപ്പ് സ്വീകരിക്കൂല. ഒരു മുസ്ലിമായ മനുഷ്യനോട് നമ്മുടെ മനസ്സിലെ ഹസദ് ഉണ്ടാകാൻ പാടില്ല, വലിയ വെറുപ്പുണ്ടാകാൻ പാടില്ല, ആ ഓലോ അത് പറയാൻ പാടില്ല. ഒരാൾക്ക് പടച്ചുറപ്പ് കൊടുക്കുന്ന നിയമത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളയാണ് കൊടുക്കുന്നത്, അള്ളാഹുവാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് പടച്ചുറപ്പ് കൊടുത്ത അനുഗ്രഹത്തെ ചോദ്യം ചെയ്യരുത്. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം ഒരുത്തരും നന്നാവണേ കണ്ടുകൂടാ. ഒരാൾ നന്നാവണേ കണ്ടുകൂടാ. ഒരുത്തൻ നന്നാവുന്നത് നമുക്ക് ഇഷ്ടമേ അല്ല. അതിന്റെ പേരാണ് ഹസദ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് കറകളൻ. ആദ്യം അള്ളാഹിന്റെ മുമ്പിൽ പള്ളിയിൽ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ കിട്ടുമ്പോൾ അള്ളയാണ് വലുത്, വേറൊന്നുമല്ല. സ്ഥാനല്ല വലുത്, മാനല്ല വലുത്, പണമല്ല വലുത്. ആ ഒരു മുസ്ലിമിനെ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? കുട്ടികളെ ചിന്തിക്ക്. ഇന്ന് ഓരോരുത്തരെയും മനസ്സിൽ ഓരോ കൊട്ടാരങ്ങളുണ്ട്, ഓരോരുത്തരെയും മനസ്സിൽ ഓരോ ആളുകളുണ്ട്. വൈയക്തികമായി നമ്മൾ പലരും അകന്നിട്ടാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, എല്ലാ നാട്ടിലുള്ള അവസ്ഥ. എല്ലാ നാട്ടിലും വ്യക്തിബന്ധങ്ങളിൽ ചില ഉടവുകൾ സംഭവിച്ചിട്ടുണ്ട്, വ്യക്തിബന്ധങ്ങളിൽ ഒലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മുഅ്മിനെ പുറകിലൂടെ സംരക്ഷിക്കേണ്ടവർ. പുറകുവശത്തുകൂടെ സംരക്ഷിക്കണം. അപ്പൊ ഒന്നാം തരം പാര വെക്ക പുറകുന്ന്, ഒന്നാം തരം പാര. അല്ലാഹു റസൂൽ പറഞ്ഞ സംരക്ഷിക്കണം. നമ്മൾ കാല് വലിക്കാനാ ശ്രമിക്കുക. ആലോചിച്ച് നോക്ക്, നമ്മളെ നശിപ്പിച്ചത് നമ്മളെ നേതാക്കൾ പഠിപ്പിച്ച പാരമ്പര്യം അതല്ല. ആരോടും പറഞ്ഞാൽ ആര് വെറുത്താലും ശരി, ആരനുകൂലിച്ചാലും ശരി, നമ്മൾ സ്വന്തം മനസ്സിൽ ഇരുന്നിട്ട് രാത്രി കിടക്കുമെന്ന് ചിന്തിക്കും. നമ്മൾ തമ്മിൽ മാനസികമായ ഐക്യമുണ്ടോ? നമ്മൾ തമ്മിൽ മാനസികമായ ഒരുമുണ്ടോ? നമ്മൾ ശക്തിപ്പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോലെ പ്രവർത്തിക്കണം. ആ പ്രവർത്തനം ശരിക്കും മനസ്സിന്റെ ഉള്ളിൽ ഇറക്കി കൊണ്ടുവരണം. വ്യക്തിത്വം വേണം, മുഷാവറ കൂടിയാലോചന വേണം, സംഘബോധം വേണം. നമ്മൾ എല്ലാത്തിനും ഒരു പ്ലാനിങ് വേണം. വെറുതെ ഇങ്ങനെ ലീഗ് ഉണ്ടാവണം മറ്റുള്ളവർ ശക്തിപ്പെടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നിച്ചു നിൽക്കാൻ ഞാൻ അപകടമുണ്ടാകും. ഭിന്നിപ്പിന്റെ ചെറിയ സ്വരം അപകടം ഉണ്ടാകും. അള്ളാഹുവിന്റെ പരിശുദ്ധത നമുക്ക് പഠിപ്പിച്ചത് ഏറ്റവും വലിയ പാഠമതാണ്. ചരിത്രം നമുക്കെന്ന പാഠമതാണ്. ഉഹദിന്റെ രണാങ്കണം മുസ്ലിങ്ങൾക്ക് ചരിത്രത്തിലെ പാഠമാണ്. പർവ്വതത്തിൽ നിൽക്കാൻ പറഞ്ഞ ആളുകൾ ഇറങ്ങി വന്നു, അനുമതി കിട്ടാതെ. അവർ സ്വയം വിചാരിച്ചു യുദ്ധം കഴിഞ്ഞല്ലോ. അത് വിചാരിക്കാൻ പാടില്ല. നിർത്തിയ ഒരാളുണ്ട്, ഇവിടെ വാന്ന് പറയുമ്പോഴേ വരാൻ പാടുള്ളൂ. റസൂൽ പറഞ്ഞു അനങ്ങരുത്, ഞാൻ പറയുന്നവരെ. യുദ്ധം കഴിഞ്ഞു എന്ന് അവർ വിചാരിച്ചു. വൈബത്ത് തോഹരി വെക്ക, പണത്തിന് മോഹം വന്നു. ഇസ്ലാമിന്റെ രണ്ടാമത്തെ യുദ്ധത്തിൽ നമ്മൾ പഠിച്ച പാഠതാ. ഇനി ഒരുപാട് യുദ്ധം നമുക്ക് നടത്താം. ഭാരതത്തിന്റെ യുദ്ധം, നമ്മുടെ രണ്ടാമത്തെ യുദ്ധത്തിൽ നമ്മൾ പഠിച്ച പാഠെന്താ? സമ്പത്ത് ഓഹരി വെക്കുന്നത് കണ്ടപ്പോ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ജബൽ റുമാത്തിന്റെ മുകളിൽ നിന്നിരുന്ന ആളുകൾ ആ പർവ്വതത്തിൽ ഇറങ്ങിപ്പോന്നു. ഈ ഓഹരിയിൽ എനിക്കുണ്ടാവൂല പങ്ക് എന്ന് വെച്ചിട്ട് അല്ലാഹു റസൂൽ പങ്ക് തരൂലേ? എത്ര തെറ്റുണ്ട് അവിടെ. സ്വഹാബത്തിന്റെ തെറ്റ് നമ്മൾ ഉദ്ധരിക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് പാടാം. ആ ഓഹരി കിട്ടുകയില്ലെന്ന് സംശയിച്ച് ഓടി വന്നു. റസൂൽ ഇറങ്ങാൻ പറയുന്നതിന് മുമ്പ് ഇറങ്ങി. അതിന്റെ പരിണിത ഫലം പുറകിലൂടെ ശത്രു വന്ന് നശിപ്പിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുൻപല്ല് പോയി, മുഖത്ത് പടയങ്കിയുടെ കുത്തേറ്റു. സ്വഹാബത്ത് പേടിച്ച് മറിച്ചുപോയി. അള്ളാഹുവിന്റെ പരിശുദ്ധത നമ്മളെ പഠിപ്പിച്ച പാഠമത. നേരെ മറിച്ച് ബദർ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു, വളരെ കുറച്ച് ആളുകൾ. ആ വളരെ കുറച്ച് ആളുകളുടെ മുസ്ലിം സമൂഹം അതിശക്തമായി പൊരുതി, ഐക്യത്തോടെ ഒരുമയോടെ ഒന്നിച്ച് പൊരുതി. അവർക്ക് അനേമത സ്വത്തിൽ കണ്ണില്ല, ദീൻ നിലനിർത്തണമെന്ന കണ്ണ് മാത്രം. ഉഹദിൽ വന്നപ്പോൾ അവർക്ക് അനേമത സ്വത്ത് നമുക്ക് കണ്ണു വന്നു. ഇസ്ലാമിന് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പല്ല് പോവാന്ന് പറഞ്ഞാൽ പോരാ. അള്ളാഹുവിന്റെ പരിശുദ്ധതയുടെ മക്ക പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി പകർന്നു കൊടുത്ത ഉമറുൽ ഫാറൂഖ് തങ്ങൾ കഴിഞ്ഞ രണ്ടാമനാണ് ഹംസത്തുൽ കറാർ. നാവിക കുത്തേറ്റ് ചാട്ടുളി കൊണ്ട് എറിഞ്ഞിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വഹശിക്ക് കഴിഞ്ഞത് രണ്ടാമത് യുദ്ധം നടന്നപ്പോഴാണ്. ആ മലമുകളിൽ നിന്നിരുന്ന ആളുകൾ അവിടെ നിന്നിരുന്നുവെങ്കിൽ അത് സംഭവിക്കൂല. അള്ളാഹുവിന്റെ പരിശുദ്ധത നമുക്ക് നൽകുന്ന പാഠമത. ഹംസ റളിയല്ലാഹു അൻഹു നഷ്ടപ്പെട്ടു.